ഹായ് കൂട്ടുകാരെ, ഡോറ ബുച്ചിക്ക് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തന്നെ ഉള്ളൂ കേട്ടോ. ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി കുറച്ചൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ. ഇപ്പോഴത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമല്ലോ. അപ്പോൾ കുറച്ച് എൻ്റെ ഒരു കൊച്ചിലെ തൊട്ടുള്ളൊരു കാര്യം പറയാം. ജസ്റ്റ് ഒരു ജേർണി ഇതുവരെയുള്ള ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഇടുക്കിയിൽ വെള്ളിയാമ്പറ്റത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. തുടക്കം തൊട്ടേ പറയണമല്ലേ, എനിക്കൊരു ബ്രദറുണ്ട്. ഞാൻ രണ്ടാമത്തെ മോളാണേ. അപ്പം ബ്രദറ് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നോർമൽ ആളായിരുന്നു. എന്നെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അമ്മയ്ക്കും യാതൊരുവിധ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ 1993 ഏപ്രിൽ 22 തൊടുപുഴയിൽ ജനിച്ചു. പറയുമ്പോൾ പറയണമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ ജനിച്ചു. അന്നേരം നോർമലായിരുന്നു, വെയിറ്റും കാര്യങ്ങളും കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് സാധാരണ അമ്മയ്ക്ക് ആദ്യത്തെ ആൺകുട്ടി ആയതുകൊണ്ട് രണ്ടാമത്തെ പെൺകുട്ടി ആണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിലൊക്കെ പോയി. അങ്ങനെ ഒരു 5 വയസ്സൊക്കെ ആയപ്പോൾ എനിക്കിങ്ങനെ ജസ്റ്റ് പനിയൊക്കെ വന്നു കേട്ടോ. അപ്പം സാധാരണ പനിക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങൾക്ക് ആടുണ്ടായിരുന്നു. ആടുണ്ടായതിന് ശേഷം ഞാൻ അമ്മയുടെ കൂടെ ആടിനെ തീറ്റാനൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ആടിനെ തീറ്റാൻ പോയിട്ട് തിരിച്ച് അമ്മയുടെ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് എനിക്കന്ന് ബാത്റൂമിൽ പോകാനായിട്ട് തോന്നി. അപ്പം ഞാൻ അമ്മ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വീട്ടിലോട്ട് ഓടിയത്. അപ്പോൾ ഒരു കുഴി ഉണ്ടായിരുന്നു. കുഴിക്കകത്ത് എൻ്റെ വലത് കാല് ജസ്റ്റ് പോയിട്ട് ഇങ്ങനെ മടിഞ്ഞ്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരമ്മയുണ്ടായിരുന്നു. ആ അമ്മയെ കൊണ്ട് തിരുമ്മിച്ചു. അപ്പം കാലിൻ്റെ കുഴയ്ക്ക് എപ്പോഴും വേദന ഉണ്ടായിരുന്നേ. അപ്പോൾ പനിയും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ച് ഇത് തെന്നിയതിൻ്റെ വേദന ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അതങ്ങ് ഇരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്നും വൈകുന്നേരം പനിയാവും. അപ്പം ഞാൻ അന്ന് നഴ്സറിയിൽ കറുവപ്പള്ളി നഴ്സറിയിലായിരുന്നു കേട്ടോ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം നല്ല ഓർമ്മശക്തി, നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പോൾ ടീച്ചർമാർക്കൊക്കെ ഭയങ്കര കാര്യമായിരുന്നേ. അപ്പോൾ ടീച്ചേഴ്സൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, അശ്വതീനെ ഒരു വർഷം കൂടി ഇരുത്തെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ നഴ്സറിയിൽ ഒരു വർഷം കൂടി ഇരുത്തി കേട്ടോ. അങ്ങനെ നഴ്സറിയിലൊക്കെ പോയിട്ട് പിന്നെ എനിക്ക് അന്ന് തൊട്ടേ ഈ പാട്ടും ഡാൻസിനോടൊക്കെ ഭയങ്കര ക്രേസാണ് കേട്ടോ. ആ നഴ്സറിയിൽ നിന്നിട്ട് ടീച്ചർ ഇങ്ങനെ ഡാൻസൊക്കെ പഠിപ്പിക്കുമല്ലോ. അപ്പോൾ അതിന് നാടോടി നൃത്തത്തിന്, സിംഗിൾ ഡാൻസിന്, അതുപോലെ മോണാക്റ്റ്, കഥാപ്രസംഗം, ലളിതഗാനം, അങ്ങനെ എല്ലാത്തിനും ഭയങ്കര ആക്റ്റീവായിരുന്നു. എന്നിട്ട് ഡാൻസ് പഠിപ്പിക്കുമല്ലോ. അപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് എനിക്ക് പനിയായിരുന്നു കേട്ടോ. എപ്പോഴും എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ പനിയാണ് അങ്ങോട്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പാരസിറ്റാമോൾ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയിട്ട് പാരസിറ്റാമോളിൻ്റെ ഗുളിക അല്ല ഇഞ്ചക്ഷനൊക്കെ തരും. പിന്നെ വരുമ്പോഴത്തേന് വേദന മാറും, വേദനയില്ല പനിയൊക്കെ മാറും. ഇത് തന്നെ സ്ഥിരമായിട്ടിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴത്തേനും നമ്മൾ നോർമൽ പനിയാണല്ലോ നമുക്ക് അന്നേരം അറിയത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ രീതിയിൽ ഡോക്ടേഴ്സും ആ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് വിടുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഡാൻസ് പഠിപ്പിക്കുമായിരുന്നു. ബിന്ദു എന്നായിരുന്നു ടീച്ചറിൻ്റെ പേര്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ടീച്ചർ എനിക്ക് കാലിന് വേദനയുണ്ട്, എനിക്ക് പനിക്കുന്നുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നീ നന്നായിട്ട് കളിക്കുന്നതല്ലേ, നിനക്ക് സ്റ്റേജിൽ കയറാൻ മടിയായിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ടീച്ചറിനെ വഴക്ക് പറഞ്ഞു. ഇപ്പോഴും ഈ കുറേ വർഷം മുന്നേ ടീച്ചറിനെ കണ്ടപ്പോൾ ടീച്ചർ പറഞ്ഞു, അന്ന് ഞാൻ അറിഞ്ഞില്ല അശ്വതിക്ക് ഇതുപോലെ അസുഖമൊക്കെ ആകുമെന്ന്. എനിക്ക് ടീച്ചർക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. വെള്ളിയാമ്പറ്റത്ത് അടുത്ത് തന്നെയാണ് ടീച്ചറിൻ്റെ വീട്. അപ്പോൾ ടീച്ചർ അങ്ങനെ ഡാൻസൊക്കെ പഠിപ്പിച്ച് സ്റ്റേജിലൊക്കെ കയറി. അപ്പം അച്ഛനും അമ്മയും എല്ലാവരും ഡാൻസൊക്കെ കാണാൻ വന്നു. പിന്നെ ഞങ്ങളുടെ കസിൻസും അയലത്തെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. കാരണം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നതിൻ്റെ അവിടെ ഞാനൊരാളുള്ളായിരുന്നു പെൺകുട്ടിയായിട്ട്. അപ്പോൾ എന്നെ എല്ലാവരും എടുത്തുകൊണ്ട് പോകും, കൊഞ്ചിക്കും, ഫുഡ് തരും, എല്ലാം ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഡാൻസ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും അവരൊക്കെ കാണാനൊക്കെ ഭയങ്കര കൊതിയായിട്ട് അവർ എനിക്ക് എൻ്റെ ഡാൻസ് കാണാനൊക്കെ വന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്നൊക്കെ ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ട്. പക്ഷേ ഇപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് വാടക വീടൊക്കെ മാറി കഴിഞ്ഞപ്പോൾ ഫോട്ടോയൊക്കെ മിസ്സായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ ഫോട്ടോയൊക്കെ കൊടുത്തേനെ, ഡാൻസ് കളിക്കുന്ന ഫോട്ടോ. അന്നൊക്കെ വീഡിയോയെക്കാളും കൂടുതലും ഫോട്ടോയല്ലേ. ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഫോണും അതുപോലെ അങ്ങനെ ഒന്നുമില്ല. വേറെ കസിൻസ് ഫ്രണ്ടിൻ്റെ അവരെയൊക്കെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ നമ്മൾ ഫോട്ടോ എടുപ്പിച്ചൊക്കെ ഫ്രെയിം ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് കിട്ടിയില്ല.
അതൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടന് ഞാൻ ഒരു സ്കൂളിൽ തന്നെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ 1-ാം ക്ലാസ്സിലൊക്കെ ചേർത്തു. 1-ാം ക്ലാസ്സിൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു ഉച്ച കഴിയുമ്പോഴത്തേന് എനിക്ക് പനിയാവും. അപ്പം അന്ന് നമ്മുടെ വീട്ടിൽ ഫോണൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെ അയലത്തെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഫോൺ കാണും. അപ്പോൾ അന്നേരത്തേനും അവിടുത്തെ ഫോൺ നമ്പറിൽ വിളിക്കും, സ്കൂളിൽ നിന്ന് ആശ്വതിക്ക് പനിയാണ്, വന്ന് കൊണ്ടുപോകാൻ പറയും. പിന്നെ അമ്മ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് വരും, എന്നെ കൊണ്ടുപോകും. ഇത് പിന്നെ എന്നും വൈകുന്നേരം. പിന്നെ ചേട്ടൻ അവിടെ ഉള്ളപ്പം ചേട്ടനെ കൂട്ടി വീട്ടിലോട്ട് വിടും. അങ്ങനെ കുറേ നാളിങ്ങനെ പനിക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിലൊക്കെ പിന്നെ 2-ാം ക്ലാസ്സിൽ അപ്പം ഇടയ്ക്കൊക്കെ സ്കൂളിൽ പോകാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ പിന്നെ 2-ലും 3-ലൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് ടീച്ചർമാർക്കൊക്കെ പിന്നെ അറിയാമല്ലോ. അവർ പിന്നെ എന്നിട്ട് എനിക്ക് പഠിക്കാനുള്ളതൊക്കെ അമ്മയോട് പറഞ്ഞിട്ട് അമ്മ പിന്നെ എന്നെ വീട്ടിലിരുത്തി പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് പിന്നെ പനി അങ്ങോട്ട് മാറുന്നേ ഇല്ലായിരുന്നു കേട്ടോ. എന്നും വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോവും, ഇഞ്ചക്ഷൻ എടുക്കും. അന്ന് ശാന്തിനി എന്ന് പറയും, നമ്മുടെ അവിടേക്കുള്ളവർക്ക് വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മുടെ കറുവപ്പള്ളിയിലെ ശാന്തിനി ഹോസ്പിറ്റലിൽ ഞങ്ങൾ സ്ഥിരം വൈകുന്നേരം വെച്ച ആശുപത്രിയിലായിരുന്നു ട്രിപ്പിടെ ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. പനി ഇങ്ങനെ മാറുന്നേ ഇല്ല. അങ്ങനെ എന്നിട്ട് എന്തോ ചെയ്യുന്നത്, അവിടുന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും തൊടുപുഴ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. പനി മാറുന്നില്ല എന്നൊക്കെ അറിഞ്ഞ്. പിന്നെ തൊടുപുഴ ആശുപത്രിയിലോട്ട് വന്ന സമയത്താണ് എനിക്കിങ്ങനെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തപ്പം ESR 100 ആയിരുന്നു. അങ്ങനെ എന്നിട്ട് സെൻറ്റ് മേരീസിൽ, തൊടുപുഴ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അവിടെ നിന്ന് പിന്നെ ESR കുറയുന്നോടം വരെ ഇഞ്ചക്ഷനും മരുന്നൊക്കെ എടുത്ത് അവിടെ എന്നെ ആക്കിയേക്കുമായിരുന്നു. അങ്ങനെ കുറേ നാൾ അവിടെ കിടന്നു. അപ്പം സ്കൂളിലൊന്നും ക്ലാസ്സിലൊന്നും പോകാൻ പറ്റുന്നൊന്നുമില്ലായിരുന്നു. നോട്ട് എഴുതാനും പഠിക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ക്ലാസ് കുറേ മിസ്സായിട്ടുണ്ട്. എനിക്ക് സ്കൂളിൽ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ക്ലാസ് കുറേ മിസ്സായി പോയിട്ടുണ്ട്. അങ്ങനത്തെ സ്കൂൾ ടീച്ചർമാർക്കൊക്കെ അറിയാമായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേനും അമ്മ പോയി നോട്ട് എഴുതി എടുത്തുകൊണ്ട് വന്നിട്ട് അമ്മ എന്നെ ഇരുത്തി പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെയാണ് കുറച്ചൊക്കെ പോയത്. പിന്നെ 5-ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേനും ഇടയ്ക്ക് ഇങ്ങനെ പനിയൊക്കെ കുറഞ്ഞ് കഴിയുന്ന ആ ഒരു കഴിഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ വീട്ടിലോട്ട് വിടുമല്ലോ. വരുമ്പോഴത്തേനും ഇടയ്ക്ക് ഇങ്ങനെ എന്നെ സ്കൂളിൽ കൊണ്ടുപോകും. സ്കൂളിൽ കൊണ്ടുപോയിട്ട് ടീച്ചർമാരെയും പിള്ളേരെയൊക്കെ കണ്ടിട്ട് എന്നെ കുറച്ച് നേരം അവരുടെ കൂടെ ഇരുത്തും. എനിക്ക് വെച്ചാൽ ക്ലാസ്സിലിങ്ങനെ പോയി ഇരിക്കുന്നതും പഠിക്കുന്നതും നോട്ട് എഴുതുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അപ്പോൾ എന്നെ അമ്മ അങ്ങനെ കൊണ്ടുപോയിട്ട് എന്നെ ഇരുത്തി അവരുടെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുത്തി ചെയ്യുമായിരുന്നു. പിന്നെ 4-ാം ക്ലാസ്സിൽ ഈ പറഞ്ഞ പോലെ അമ്മേൻ്റെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് അമ്മ തന്നെ തൊട്ടടുത്ത് ക്ലാസ്സുണ്ട്. വെച്ചാൽ എനിക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന സമയമാണ് 4-ലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ. അപ്പം അമ്മ അന്ന് ബസ്സിലാണ്, ഓട്ടോയ്ക്കൊന്നുമല്ല. അപ്പം ബസ്സിൽ എടുത്തുകൊണ്ട് പോകും. അപ്പം ബാഗും എന്നെ രാവിലെ റെഡിയാക്കി പൊതിയൊക്കെ കെട്ടി അമ്മയ്ക്കുള്ള ചോറും എടുത്ത് എനിക്കുള്ള ചോറും എടുത്തിട്ട് അങ്ങനെ പൊതിയൊക്കെ കെട്ടിയിട്ട് ഞങ്ങൾ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അപ്പം അങ്ങനെ 4-ാം ക്ലാസ്സിൽ അങ്ങനെ ബസ്സിന് പോകുന്ന സമയത്തായിരുന്നേ. അന്നേരം ബസ്സിൽ ചേട്ടന്മാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. കാരണം അമ്മ എന്നെ എടുത്തുകൊണ്ടാണ് സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഒരു തോളെ ബാഗും കാണും, ഒരു കയ്യിൽ ഞാനും കാണും. അപ്പോഴത്തേനും എന്നെ അങ്ങനെ ഒരുക്കി പിറക്കി മുടിയൊക്കെ അന്നൊക്കെ എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് എനിക്ക് മുടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മുടി അമ്മയ്ക്ക് ഇല്ല, ഒരുക്കി ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പോൾ ഉള്ളവർ തന്നെയായിരുന്നു അമ്മയ്ക്ക് അന്നും. അന്നേരം മുടിയൊക്കെ ഇങ്ങനെ 2ആയിട്ട് പകത്തിയിട്ട് ഇവിടെയും റിബൺ വെച്ച് കെട്ടിയിട്ട് മുടി പിന്നിയിട്ടിട്ട് ആ റിബണ് ചേരുന്ന അതേ പുഷ് തന്നെ ഇവിടെ കെട്ടിത്തരും. പിന്നെ താഴത്തെ വീട്ടിലെ ചേട്ടന് റോസപ്പൂ ഇടയ്ക്ക് കൊണ്ടുത്തരും, അത് ഇവിടെ കുത്തിത്തരും. അതല്ലെങ്കിൽ മേളിലൊരു വീടുണ്ട്, അവിടുത്തെ വീട്ടിൽ നിറയെ മുല്ലപ്പൂ ഉണ്ട്. അതമ്മ തലേദിവസം പിച്ചിക്കൊണ്ട് വന്ന് അത് കെട്ടി അത് തലയിൽ ഇങ്ങനെ ഹെയർ ബാൻഡ് പോലെ അത് വെച്ച് തരുമായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ ഇതൊക്കെ ആയിട്ട് വിടും. എനിക്ക് പഠിക്കാനും പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ചേട്ടന്മാരിങ്ങനെ ബസ്സിൽ കയറുമ്പം ചേട്ടന്മാരിങ്ങനെ ബാഗ് മേടിച്ച് പിടിക്കും. പിന്നെ എൻ്റെ സ്കൂളിൽ പഠിക്കുന്നവർക്കൊക്കെ അറിയാമെങ്കിൽ അവരൊക്കെ ബാഗ് മേടിച്ച് പിടിക്കും. എന്നിട്ട് പിന്നെ ആ സ്കൂളിൻ്റെ അവിടുത്തെ സ്റ്റോപ്പിൽ നിന്ന് നിർത്തിയിട്ട് സ്കൂളിലേക്കും ഒരുപാട് നടക്കാനുണ്ട്. ആ സമയത്തും കുറച്ച് അമ്മേനെ എടുത്തിട്ട് തോളെ ബാഗ് ഇട്ടിട്ട് കുറച്ച് നടക്കും. പിന്നെ ചിലപ്പം ഫ്രണ്ട്സൊക്കെ കൂട്ടുകാരികളൊക്കെ ഉണ്ടെങ്കിൽ ബാഗ് മേടിച്ച് പിടിക്കും. ഇങ്ങനത്തെ അമ്മ ഞങ്ങളെ പിടിക്കാമെന്ന് പറഞ്ഞ് അവർ ക്ലാസ്സിലോട്ട് കൊണ്ടുപോകും. ക്ലാസ്സിൽ അല്ലെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന മുതിർന്ന സ്കൂളിൽ അവർക്കറിയാമെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യും. അവരായിരുന്നു അങ്ങനെ കൊണ്ടുപോകുന്നത്. പിന്നെ കുറച്ചും കൊണ്ടുപോകുന്നതിന് അമ്മ മടുക്കും. എന്നിട്ട് അവിടെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കറുവപ്പള്ളി സ്കൂളിലാണ് ഞാൻ പഠിച്ചത് 4-ാം ക്ലാസ്സിലൊക്കെ.
അപ്പോൾ അവിടെ സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ അവിടെ ഒരു ഇതെന്താ കല്ല് കെട്ടിയിട്ടൊരു ഇതുപോലെയുണ്ട്. ഞങ്ങൾ കയ്യാല എന്നാണ് പറയുന്നത്. അതിൽ ഇരുത്തും, കുറച്ച് നേരം ഇരുത്തിയിട്ട് പിന്നെ എടുക്കും, പിന്നെയും കുറച്ച് നേരം ഇരുത്തിയിട്ട് പിന്നെ എടുക്കും. അങ്ങനെയാണ് ക്ലാസ്സിലെത്തുന്നത്. ക്ലാസ്സിലപ്പം 4ാം ക്ലാസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ നിലയിലായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അങ്ങനെ എടുത്തുകൊണ്ട് ക്ലാസ്സിൽ കൊണ്ട് ഇരുത്തും. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് അമ്മ അപ്പം എന്നും ഇങ്ങനെ പോയി വരുന്ന അപ്പോഴത്തേനും ബുദ്ധിമുട്ടായപ്പോൾ അമ്മ എന്ത് ചെയ്തു, അമ്മയും ചോറും അമ്മ അന്നേരത്തേനും അമ്മയ്ക്കുള്ള ചോറും വെള്ളമൊക്കെ എടുത്തിട്ട് അമ്മ ടീച്ചർമാർ പറഞ്ഞത് അപ്പുറത്തെ ക്ലാസ്സിൽ ഒഴിഞ്ഞു കിടക്കുക, അവിടെ ഇരുന്നോ, അപ്പോൾ അശ്വതിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പിന്നെ അമ്മയും അപ്പുറത്തെ ക്ലാസ്സിൽ ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ടൈമൊക്കെ ആകുമ്പോഴത്തേനും അമ്മ എന്ത് ചെയ്യും, എന്നെ എടുത്തുകൊണ്ട് തന്നെ അവിടെ കൊണ്ടുപോയിട്ട് അമ്മ ഫുഡ് വാരി തന്നിട്ട് കൈ കഴുകിയിട്ട് വെള്ളമെല്ലാം തന്നിട്ട് ഇൻ്റർവെൽ സമയം കഴിയുമ്പോൾ എന്നെ തിരിച്ച് എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ബെഞ്ചിൽ തന്നെ കൊണ്ടുപോയിരുത്തും. അങ്ങനെ കുറേ നാൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചായപ്പോഴത്തേനും ടീച്ചർമാർ പറഞ്ഞു, കൂട്ടുകാരികളും അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറഞ്ഞു ഹെൽപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാൻ പഠിച്ചതിലുള്ള ഇതുവരെയുള്ള എല്ലാ ടീച്ചേഴ്സാണേലും സ്കൂളിലാണേലും എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഒരു മാറ്റി നിർത്തുകയോ അങ്ങനെയൊന്നും ഒരു ഒരു 10th വരെ എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ കുറച്ച് നാൾ അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നീടായപ്പോൾ പിന്നെ ഇതുപോലെ അസുഖം കൂടി പിന്നീട് ആയുർവേദ മരുന്നോട്ടൊക്കെ കിടന്നപ്പോഴത്തേനും അത് പിന്നെ ഒരുപാട് അറിയാലോ, എന്താ കിഴി എടുക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നമുക്ക് ക്ലാസ്സിൽ പോവാതെയൊക്കെ പറ്റാതെ വന്നു. അങ്ങനെ തൊടുപുഴ ആയുർവേദ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോഴത്തേനും അവിടെ കുറേ നമുക്കിങ്ങനെ നമ്മുടെ വലിയ കസിൻസൊന്നും അങ്ങനെ വന്ന് ഹെൽപ്പ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും അവരുടേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയായിരുന്നു കൂടുതലുണ്ട്. അപ്പോൾ ചേട്ടൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ചേട്ടനെ കസിൻസിൻ്റെ വീട്ടിലായിരുന്നു ചേട്ടൻ നിന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനും അമ്മ ഫുള്ള് എൻ്റെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, ഹെൽപ്പ് ചെയ്യാനില്ല. പിന്നെ അച്ഛൻ പണിക്ക് പോയിട്ട് ആ പൈസ നമുക്ക് ട്രീറ്റ്മെൻറ്റിനും കാര്യത്തിനെല്ലാം കൊണ്ടുതരും. ആയുർവേദ ആശുപത്രി കിടന്ന സമയത്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഫുഡ് എപ്പോഴും പുറത്തുനിന്ന് മേടിക്കാൻ, അത് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ട് തരാനൊന്നും ആരും ഇല്ലാത്തൊരിതായതുകൊണ്ട് നമ്മൾ പിന്നെ സ്റ്റൗവും പാത്രങ്ങളും എല്ലാം മേടിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ അമ്മ കുക്ക് ചെയ്തിട്ടായിരുന്നു തന്നുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ബ്രെഡും പഴവും പാലൊക്കെ കിട്ടുന്ന സമയമായതുകൊണ്ട് അതൊക്കെ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ട്. പിന്നെ ആ സമയത്ത് എനിക്ക് ഈ ജോയിൻ്റ് ഒന്നും അധികം തുറക്കാനൊന്നും പറ്റത്തില്ല. ജോയിൻറ്റുകളൊക്കെ സ്റ്റക്കാവും, വിരലുകളെല്ലാം ഇങ്ങനെ ആയി തുടങ്ങിയതുകൊണ്ട് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടും സംസാരിക്കാനൊന്നും അങ്ങനെ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അമ്മയാണ് എല്ലാം ചെയ്ത് തന്ന് കൂടെ തന്നെ നിന്ന് എല്ലാം ചെയ്തുമായിരുന്നു. വെച്ചാൽ ഏറ്റവും ഇസഡ് കാര്യം അമ്മയായിരുന്നു ചെയ്തു തന്നുകൊണ്ടിരുന്നത്. ബാത്റൂമിൽ പോകാനാണെങ്കിലും കുളിപ്പിക്കുകയാണെങ്കിലും പിന്നെ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോഴാണെങ്കിൽ പോലും അവിടെ അവർ കൊണ്ടുവെക്കത്തുള്ളൂ. പിന്നെ അവിടെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അതും എല്ലാം അമ്മയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ മുട്ടൊക്കെ ഇങ്ങനെ ജോയിൻ്റൊക്കെ സ്റ്റക്കായിട്ടിരിക്കും. അപ്പം മജ്ജ സംഭവം ടൈറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ അതിനെന്തോ ഇത് പറ്റിയതുകൊണ്ടാണ്, അതപ്പോൾ അത് ലൂസാക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് ഡോക്ടേഴ്സ് എണ്ണ തിളച്ച കുഴമ്പ് ഇങ്ങനെ തിളച്ച വടി ഇങ്ങനെ അരച്ചിട്ട് ഇങ്ങനെ ദേഹത്തൂടെ എല്ലാം ഒഴിച്ച് ഇവിടം തൊട്ട് താഴെ വരെ ഒഴിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് അമ്മയ്ക്കും ഭയങ്കര വിഷമമായത്. എൻ്റെ ഒരു പ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7-8 വയസ്സുള്ളൂ ആ പ്രായത്തിൽ. ആ പ്രായത്തിൽ തന്നെ ഒരുപാട് വേദനകൾ വെച്ചാൽ ഞാൻ ഈ റൊമറ്റോയിഡ് ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. ആ ഒരു പ്രായത്തിൽ, അത് ഞാൻ കളിച്ച് നടക്കേണ്ട ഒരു പ്രായത്തിൽ തന്നെയാണ് എനിക്ക് ഈ ഒരു അസുഖം ബാധിച്ചത്. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ വേദനയില്ലാത്തൊരു നിമിഷം എന്ന് പറയാനില്ല. കാരണം അത്രയ്ക്ക് വേദനയാണ് ഈ ഒരു അസുഖത്തിനുള്ളതെന്ന് വെച്ചാൽ. അപ്പം കുട്ടിക്കാലത്ത് തന്നെ ഇതുപോലെ കളിക്കാനും സ്കൂളിൽ നടന്നു പഠിക്കാനോ ഒന്നും ഇരിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ അന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ഇന്നിപ്പം നമ്മളത് ഓർക്കുമ്പോൾ നമുക്കത് ഒരുപാട് നഷ്ടങ്ങളാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നഷ്ടങ്ങളാണ്. ഇപ്പോഴും ഞാൻ ചില സമയത്ത് ഓർക്കുമ്പോൾ എനിക്കങ്ങനെ വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ഇതായിരുന്നില്ല പണ്ടത്തെ ഒരു ഇതല്ല. ഇപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും അതിന് അഡിക്റ്റായാണ്. പക്ഷെ പണ്ട് അങ്ങനെയൊന്നും അല്ലല്ലോ.
എന്നാലും ഇപ്പം എനിക്ക് ഇങ്ങനെ അസുഖമൊക്കെ ആ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് ഉള്ളൊരു സമയം ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ എൻ്റെ ബ്രദറാണെങ്കിൽ പോലും കളിക്കാനൊക്കെ ആയിട്ട് നമ്മൾ കടയൊക്കെ ഇല്ല നമ്മുടെ ഇങ്ങനെ ചിരട്ട കൊണ്ട് ത്രാസൊക്കെ കെട്ടി അതുപോലെ ഇലകളൊക്കെ പറിച്ചിട്ടിട്ട് എനിക്ക് ആ ഒരു മൈൻഡ് ഇതാക്കാനായിട്ട് പിന്നെ ഊഞ്ഞാൽ അതെല്ലാം ഞാൻ ബ്രദറും പിന്നെ ഞാനും കൂടിയായിരുന്നു കളിക്കുന്നത്. പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലെ പിള്ളേരൊക്കെ വന്നിട്ട് അങ്ങനെ അവർ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെല്ലാം അങ്ങനെ എല്ലാവരും കൂടെ കളിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. അവിടെയും കുറേ അധികം നാൾ അവിടെ കിടന്നെങ്കിലും ഒന്നുണ്ട്. പക്ഷെ മെയിനായിട്ടെന്ന് വെച്ചാൽ അവിടെ ആശുപത്രി ഞങ്ങൾ അഡ്മിറ്റായ സമയത്ത് അവിടെ ബെഡില്ലായിരുന്നു. എനിക്ക് എൻ്റെ ഒരു വെച്ചാൽ മറക്കാൻ പറ്റാത്ത ചില ഓർമ്മകളിലോ എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങളാട്ടോ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ അന്ന് ആ സമയത്ത് ആയുർവേദ ആശുപത്രിയിൽ അഡ്മിറ്റായ സമയത്ത് അവിടെ ബെഡ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ പുറത്ത് വരാന്തയിൽ ഒരു ബെഡ് ഒരു കട്ടിൽ വെറുതെ കിടപ്പുണ്ടായിരുന്നു, എന്തോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള. അപ്പോൾ ബെഡൊന്നും ഇല്ലാത്ത സമയത്ത് അവരെന്നിട്ട് ആ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് പറഞ്ഞു, തൽക്കാലത്തേന് അകത്ത് ആരെങ്കിലും ഡിസ്ചാർജ് ആകുന്നോടം വരെ നിങ്ങളിവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് വരുന്നവരും പോകുന്നവരും എല്ലാം കാണുമല്ലോ. അപ്പോൾ എൻ്റെ ഈ വിരളും ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പം എല്ലാവരും വിചാരിച്ച് എന്തോ മാരകമായ അസുഖം എന്തോ വന്നിട്ട് പുറത്ത് കിടത്തിയിരിക്കുകയാണ്. പക്ഷെ സത്യം ബെഡില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയത്തില്ല. എന്നിട്ട് ഞങ്ങൾ പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറച്ചിട്ട് അങ്ങനെ കുറേ കിടന്നപ്പം രാത്രിയൊക്കെ ആയപ്പോഴത്തേനും ഭയങ്കര കൊതുകും പിന്നെ ഒരു ശല്യമൊക്കെ ആയിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേനും കണ്ണിൽ മരുന്നൊഴിക്കുന്ന ഒരു റൂമുണ്ട്, അത് എപ്പോഴും ഒന്നും വേണ്ടല്ലോ, രാവിലെ മാത്രം മതി. അപ്പോഴത്തേനും ഞങ്ങളുടെ അടുത്ത് സിസ്റ്റേഴ്സൊക്കെ വന്നിട്ട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടെ രാത്രിയിൽ ഉറങ്ങാനായിട്ട് അതിനകത്ത് കയറി കിടന്നോളാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് നാൾ അവിടെ കിടന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. എന്നിട്ടും മാറ്റമൊന്നുമില്ല. ചെറിയൊരു ഇത് മാറ്റം കഴിഞ്ഞപ്പോൾ അവർ പിന്നെയും വേറെ സ്ഥലത്തോട്ട് പറഞ്ഞു വിട്ടു. പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റും ഈ പത്രത്തിൽ നമ്മളതുപോലൊരു ട്രീറ്റ്മെൻറ്റ് ഒരു ഇത് കണ്ടായിരുന്നു, തൃശ്ശൂരായിരുന്നു അത്. തൃശ്ശൂർ നമ്മളിങ്ങനെ പത്രത്തിൽ കണ്ടതാണ് ഇങ്ങനെ അസുഖം ഇങ്ങനെ നടത്തിക്കാമെന്ന്. പിന്നെ അപ്പോൾ എനിക്ക് നടക്കത്തില്ല, എന്നെ എല്ലായിടത്തും എടുത്തുകൊണ്ടാണ് പോകുന്നത്, എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരണം, ഒന്നും എനിക്ക് തന്നെ ചെയ്യാൻ പറ്റത്തില്ല. ഫുഡ് കഴിക്കാനോ ഈ ഒരു കാര്യം തന്നെ ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. അന്നേരം പിന്നെ ഇങ്ങനെ ഇങ്ങനെ കണ്ടു, ഒരു ന്യൂസ് കണ്ടു പത്രത്തിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേനും അവർ പറഞ്ഞു അവിടെ വന്ന് കിടന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും കൂടെ വെളുപ്പിനെ തൃശ്ശൂർ പോയിട്ട് വെളുപ്പിന് 5 മണി 6 മണിക്കെങ്ങാണ്ട് അന്നൊക്കെ ഒരു ബസ് ഉണ്ട് അവിടെ നിന്ന് വെള്ളിയാമറ്റത്തുനിന്ന്. അങ്ങനെ വന്ന് തൊടുപുഴ വന്ന് വഴി ചോദിച്ച് അതിനകത്ത് എഴുതിയിരിക്കുന്ന റൂട്ടിൽ പോയി അങ്ങനെ കണ്ടുപിടിച്ച് വീട്ടിലാണ് നമ്മൾ ആദ്യം ചെന്ന് ഡോക്ടറിൻ്റെ അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് അവിടെ കിടക്കാൻ പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റൽ വേറൊരു സ്ഥലത്താണ്, അതും ഒരു വീട് തന്നെയാണ്. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തപ്പോഴത്തേനും കുറച്ച് എനിക്ക് കാല് മടങ്ങാനോ നിർത്താനോ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവിടെയുള്ള ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തി വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അമിതമായിട്ട് എക്സസൈസ് ചെയ്തു ഒറ്റ ഇതിൽ തന്നെ. കാല് ഭയങ്കരമായിട്ട് മടങ്ങി. അപ്പം അമ്മ അന്നേരത്തേന്ന് വെച്ചാൽ നമുക്കങ്ങനെ അധികം പൈസയൊന്നുമില്ല. നമ്മളെ ഈ സ്കൂളിലും അതുപോലെ നമ്മളങ്ങനെ അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകുന്ന വീട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ പൈസ തന്നിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ